ചേട്ടാ, കെ സുധാകരൻ എന്നുള്ള കരുത്തനായ പ്രസിഡന്റിനെ നീക്കി ആ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. എങ്ങനെ കാണുന്നു ഈ ഒരു KPCC പ്രസിഡന്റിനെ? അതും നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ ശക്തനായ ഒരു പ്രസിഡന്റിനെ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ കോൺഗ്രസിലെ സംഘടനാ സംവിധാനങ്ങൾ വീണ്ടും ഏത് തരത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്നു? ശക്തിപ്പെട്ടിരിക്കുന്നു അതോ ദുർബലമായിരിക്കുന്നു? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ പവർ ഹൗസ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവും. പവർ ഹൗസ് ആരെന്ന ചോദ്യത്തിന് കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് നയിച്ചുകൊണ്ടിരുന്നത്. അല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണ് കെ സുധാകരൻ. കിരീടം വെക്കാത്ത രാജാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കണ്ണൂരിൽ ഒരു ഭാഗത്ത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ അതേ രൂപത്തിൽ പ്രതിരോധിച്ചത് കൊണ്ട് മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോൺഗ്രസ് അദ്ദേഹം പറയുന്നു ഞാൻ ഷാഗിക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൂടി മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഷാഗിക്ക് കാവൽ നിന്നല്ല. CPM-കാരുടെ ജനാധിപത്യ ദംശനത്തിനെതിരെ പ്രതികരിക്കാൻ അതൊരു അഭിമുഖത്തിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന CPM-ന്റെ സൈബർ സഹാക്കന്മാർ കോംപ്രമൈസ് എന്ന് പറഞ്ഞ നേതാവാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നാഴികയ്ക്ക് 40 വട്ടം ചോദിച്ചപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതാണ്. അത് കേരളത്തിലെ കൈരളി ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ വേറെ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അതായത് CPM-ന്റെ കിരാത രാഷ്ട്രീയത്തോട് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ നേതാവാണ് കെ സുധാകരൻ. അവിടെയാണ് അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തയ്യാറായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മാഭിമാനത്തിന് വില പറയാൻ വന്ന CPM-കാരനെ പിടിച്ചുകെട്ടിയ നേതാവാണ് സുധാകരൻ. പക്ഷെ അവിടേക്കാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലത്താണ് ഭരണമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല, സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അതേ സാഹചര്യത്തിലാണ് കെ സുധാകരൻ പാർട്ടിയെ നയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മിന്നും വിജയം സമ്മാനിക്കാൻ സുധാകരന് കഴിഞ്ഞെന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലക്കാരനായ കെ സുധാകരനെ പോലെയല്ല മറ്റൊരു വൈബ്രന്റ് ആയ നേതാവിനെ KPCC-യുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാരണം അദ്ദേഹം സുധാകരനെ പോലെയല്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. സണ്ണി ജോസഫ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മൊത്തത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് കൂടി അറിയില്ല. അയ്യോ, അതൊക്കെ ചില മാധ്യമങ്ങൾ കോൺഗ്രസ് കേവലം ക്രിസ്ത്യൻ പ്രാതിനിധ്യം ക്രിസ്ത്യൻ പ്രാതിനിധ്യം അതൊക്കെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾ മാത്രം. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ക്രൈസ്തവനെന്നോ ഇസ്ലാമെന്നോ അതോടൊപ്പം അങ്ങനത്തെ ഹിന്ദു എന്നോ വ്യത്യാസമില്ല. കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്. അജ്മീറിലെ കാജ മൊഹീദിന്റെ ദർഗക്ക് മുന്നിലും ശ്രീഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുന്നിലും വേളാങ്കണ്ണി തൊഴുകയുമായി പ്രാർത്ഥനയോടെ ഇന്ദിരാ പ്രിയദർശിനിയുടെ മതേതര പാരമ്പര്യത്തിന്റെ നേരവകാശികളാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ക്രൈസ്തവനാണോ ഹൈന്ദവനാണോ മുസൽമാനാണോ അങ്ങനത്തെ അതല്ല കോൺഗ്രസ്. അവിടെ സണ്ണി ജോസഫ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിനകത്ത് താഴെത്തട്ടിൽ കുടുംബ സംഗമങ്ങൾ നടന്നു വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബൂത്ത് കമ്മിറ്റികളെല്ലാം വീണ്ടും പുനഃസംഘടിപ്പിക്കുന്നു, വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നു. UDF സംവിധാനം ഏറ്റവും സ്മൂത്തായി മുന്നോട്ട് പോവുകയാണ്. സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവ് നിലമ്പൂരിൽ ജയിച്ചത്. കഴിഞ്ഞ 2 തവണ ഇടതുമുന്നണി ജയിച്ച മണ്ഡലം എണ്ണയിട്ട യന്ത്രം കണക്കെ സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ VD സതീശനും സണ്ണി ജോസഫും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും AP അനിൽകുമാറും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് നിലമ്പൂരിലുണ്ടായത്. അതേ ഫലമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്. മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തെക്ക് പാറശാല വരെയുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും 140 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ വികാരമാണ് ഇടതുമുന്നണിക്കെതിരായുള്ളത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സ്വജനപക്ഷപാതത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റ്, മന്ത്രിമാർക്കെതിരെ നിരന്തരമായ ആരോപണം, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായിട്ട് കോൺഗ്രസ് മലബാറിൽ എന്നും കോൺഗ്രസിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒരു സഹോദര സംഘടനയാണ്. മലബാറിന്റെ മതേതരത്വത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ് എടുത്ത ത്യാഗം മറ്റു രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് ശക്തമായി മലബാറിലെ പല പ്രദേശങ്ങളിലും ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് തീവ്ര നിലപാടുള്ള സംഘടനകൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ
PDP പോലെയുള്ള സംഘടനകൾക്ക് മലബാറിൽ ഒരു അപ്രസക്തമായി ലീഗ് ക്ഷീണിച്ചാൽ അവിടെ വളരാൻ പോകുന്നത് തീവ്ര നിലപാടുള്ള ആളുകളാണ്. ലീഗ് ഒരിക്കലും ക്ഷീണിക്കരുത്. വിദ്യാർത്ഥി നേതാക്കൾ തന്നെ പറയുന്നു അത് പ്രാദേശികമായ പ്രശ്നങ്ങളാണ്. ഒരു വർഗീയ സംഘടനയാണ്. പ്രാദേശികമായ പ്രശ്നങ്ങളിലൂടെ പല പ്രശ്നങ്ങളും മലപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും ലീഗും തമ്മിൽ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്. ഒരു വർഗീയ സംഘടനയാണ് തീരുമാനിക്കുന്നത് ഈ പറയുന്ന മത നേതാക്കളാണെന്ന് പറയുന്നു. പാണക്കാട് കുടുംബമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി. പാണക്കാട് കുടുംബം കേരളം രാഷ്ട്രീയത്തിൽ മാത്രം ഇടപെടുന്നല്ല. അങ്ങനെ നിരവധി പള്ളികളുടെ കാലിമാരാണ്. നയത്തിലേക്ക് കോൺഗ്രസ് എത്തിയോ? കോൺഗ്രസ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന് ഒരിക്കലും മതപ്രീണന നയത്തിലേക്ക് പോകാൻ കഴിയില്ല. മലപ്പുറത്തെത്തുമ്പോൾ ചുവന്ന കൊടിക്ക് പകരം പച്ച പെയിന്റ് അടിക്കുന്ന CPM അല്ല, പരിചക്ര ത്രിവർണ്ണ പതാകയേന്തി യൂത്ത് കോൺഗ്രസുകാരനും ചർക്കാങ്കിത ത്രിവർണ്ണ പതാക കോൺഗ്രസുകാരനും ഹരിത പതാകയേന്തിയ മുസ്ലിം ലീഗുകാരനും കേരള കോൺഗ്രസുകാരനും RSPക്കാരനും എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ പണിയെടുക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. യുവജനങ്ങളെ വഞ്ചിച്ച, സ്ത്രീകളെ വഞ്ചിച്ച, വിദ്യാർത്ഥികളെ വഞ്ചിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാക കെട്ടിയപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് ഭാരത് ജോഡോ യാത്രയുമല്ല ആരോപണം ഉയർന്നു വന്നത്. കേന്ദ്രത്തിൽ സംഘപരിവാർ ഉയർത്തിയ ആരോപണം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ കൊടി ഉണ്ടായിരുന്നില്ല എന്നാണ്. നോമിനേഷൻ പ്രക്രിയ നടക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ കൊടി പോലും ഒരു പ്രവർത്തകന്റെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ കൊടി ഉണ്ടായിരുന്നില്ല, മുസ്ലിം ലീഗിന്റെ ഉണ്ടായിരുന്നില്ല. ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്ത ത്രിവർണ്ണ കളറുള്ള ബലൂണുകളാണ് അവിടെ പറപ്പിച്ചത്. ഇതെല്ലാം സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാകള് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും മറുപടി പറഞ്ഞ സമയം കളയാനുള്ള സാഹചര്യമല്ല കോൺഗ്രസിന് മുന്നിലുള്ളത്. കോൺഗ്രസിന്റെ മുന്നിലുള്ളത് വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2026 കേരളത്തിൽ ഭരണം പിടിക്കണം. അതോടൊപ്പം തന്നെ വർഗ സംഘടനയെ പരാജയപ്പെടുത്തുന്നത് പോലെ തന്നെ വർഗീയ സംഘടനയും പരാജയപ്പെടുന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. നിർഭാഗ്യകരെന്ന് പറയട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു BJPക്ക് ഒരു ജനപ്രതിനിധിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലും താമര വിരിയാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കണം. കാരണം കോൺഗ്രസിന്റെ ശത്രു എക്കാലത്തും RSS ആണ്, സംഘപരിവാറാണ്. രണ്ടാമത്തെ ശത്രു രാഷ്ട്രീയ ശത്രു മാത്രമാണ് CPM ഉള്ളത്. കേരളത്തിൽ CPM-ഉമായിട്ടാണ് കോൺഗ്രസ് നേർക്കുനേർ മത്സരിക്കുന്നത്. ഇവിടെ 2026 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും. വർഗ സംഘടനകളെയും വർഗീയ ഫാസിസ്റ്റേയും വർഗ ഫാസിസ്റ്റേയും ഒരേപോലെ നേരിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൃത്യമായി യുവത്വത്തിന്റെ പ്രസരിപ്പുമായി ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലുണ്ട്, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് ഉണ്ട്, അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി AP അനിൽകുമാർ ഉണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്. ഇത്തരത്തിൽ ഒരുപാട് നേതാക്കന്മാർ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ MP-മാരുണ്ട്, MLA-മാരുണ്ട്. നല്ലൊരു ടീം KPCC-യുടെ നേതൃത്വത്തിൽ ടീം UDF ആയി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാനാണ് UDF-ന്റെ തീരുമാനം. ഷിബു ബേബി ജോൺ ഉണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്, PJ ജോസഫ് ഉണ്ട്, മോൻസ് ജോസഫ് ഉണ്ട്. അത്തരത്തിൽ ഒരു പിടി PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ, KM ഷാജിയെ പോലെ, MK മുനീറിനെ പോലെയുള്ള ഒരു പിടി ഘടകകക്ഷി നേതാക്കന്മാരുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വഹിക്കുന്ന ഒരു പറ്റം നേതാക്കളല്ലേ കോൺഗ്രസ് അതിന്റെ മുഖ്യമന്ത്രി. ഒരു സംസ്ഥാനത്തും ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ട ചരിത്രം കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഭൂരിപക്ഷം ലഭിച്ചാൽ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതാണ് കോൺഗ്രസിന്റെ പതിവ് രീതി. ആ പതിവ് രീതി കേരളത്തിന് വേണ്ടി മാറ്റാനൊന്നും കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെയും CPM-ന്റെയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങൾ ചാനൽ ചർച്ചകളിൽ വന്ന് ഛർദ്ദിക്കുന്ന ഇടതുമുന്നണി നേതാക്കന്മാരും BJP നേതാക്കന്മാരും അവരുടെ അറിവിലേക്കായി പറയുകയാണ്. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ചരിത്രം കോൺഗ്രസിന് ഇന്ത്യയിൽ എവിടെയുമില്ല. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അപ്പോൾ MLA-മാരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി. അത് കേരളത്തിൽ മാത്രം മാറ്റാനൊന്നും കഴിയില്ല. കേരളത്തിൽ എന്തായാലും കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായ നിരവധിയായ നേതാക്കന്മാരുണ്ട്, അനുഭവ പരിചയമുള്ള നേതാക്കന്മാരുണ്ട്. അതിൽ ഒരാളായി മുഖ്യമന്ത്രിയായി കടന്നു വരും. ഒരു സംശയവും വേണ്ട. 2026 മുതൽ കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ സുവർണകാലം കോൺഗ്രസ് തിരിച്ചു പിടിക്കും. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ രൂപീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. താഴെ തട്ടിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ MP-മാർ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു കേട്ടല്ലോ, അതും യാഥാർത്ഥ്യമുണ്ടോ? കേരളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മത്സരിക്കണമെന്ന കാര്യത്തിൽ അടൂർ പ്രകാശ് അല്ല,
ഷാഫി പറമ്പിൽ, എല്ലാവരും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മാണിക്യമാണ്. അവർ മത്സരിക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ആ കാര്യങ്ങളെല്ലാം ഉണ്ടാകൂ. നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഹൈക്കമാൻഡ് തുടക്കം കുറിച്ചിട്ടില്ല. തുടക്കം കുറിച്ചതിന് ശേഷം അക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരും. നിലവിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 10 വർഷമായി കേരളം സഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ, ദുർഭരണത്തെ കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം വെറുത്തു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കൈപ്പത്തിക്കും അതോടൊപ്പം തന്നെ ഏണിക്കും മറ്റ് ചിഹ്നങ്ങൾക്കും UDFന്റെ ചിഹ്നങ്ങൾക്കും വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രം നടന്നാൽ മതി.